ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നമ്മൾ ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തതിനെക്കുറിച്ചാണ്. ചില ആൾക്കാരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാകും സോഷ്യൽ മീഡിയയിൽ കുറച്ച് ഫോളോവേഴ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരിക്കും ഈ ഒരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത്. സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആവുന്നതിന് എത്രയോ മുന്നേ തലശ്ശേരിയിൽ ബുട്ടീക്ക് റൺ ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഞാൻ. അവിടുന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് ഞാൻ ഏവിയേഷൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. അപ്പോൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റാണ് ഇനി പഠിക്കാൻ പോകുന്നത്. കാരണം എയർപോർട്ടും ഫ്ലൈറ്റും ഒക്കെയാണ്. പക്ഷെ അതിൽ എനിക്കൊരു റിഗ്രറ്റും ഉണ്ടായിരുന്നില്ല. ഒരു ബ്രേക്ക് എടുക്കണം തോന്നി, ബ്രേക്ക് എടുത്തു, പഠിക്കാൻ പോയി. അന്ന് ആ ഒരു കോളേജിൽ സ്കൈഫൈ എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റിലെ കോളേജാണ്. ഫസ്റ്റ് ബാച്ചായിരുന്നു നമ്മുടെ. ഫസ്റ്റ് ബാച്ചിൽ ഫസ്റ്റ് പ്ലേസ്മെൻ്റ് ആയ സ്റ്റുഡൻറ്റ് ഞാൻ തന്നെയായിരുന്നു. കോളേജിൽ നിന്ന് കീർത്തിയും പറയുമായിരുന്നു, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ നീ ചെയ്യാൻ പോകുന്നതും ഈ ഒരു സബ്ജക്റ്റ് ആയിരിക്കും, ക്ലോത്തിങ് എന്നുള്ളത്. ആ ഒരു സമയത്താണ് ഈ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്റ്റിച്ചിങ് ട്യൂട്ടോറിയൽസ് ഒക്കെ ഇടാന്നുള്ള ആ ഒരു തോട്ട് ആ ഒരു സമയത്താണ് വന്നത്. കാരണം സ്റ്റിച്ചിങ് ഒന്നും ചെയ്യാതിരിക്കുമ്പോഴും നമുക്കൊരു അസ്വസ്ഥതയാണ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കാര്യം മറന്നു പോകണ്ടെന്നും പിന്നെ അത് മറ്റുള്ള ആൾക്കാർക്ക് യൂസ് ആവട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് ആ ഒരു ടൈമിൽ ടിക്ടോക്കൊക്കെ കുറച്ച് ട്രെൻഡായിരുന്നു. അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് യൂട്യൂബ് ചാനൽ. അങ്ങനെ ഏവിയേഷൻ ഞാൻ പഠിച്ചത് സക്സസ് ആവില്ല എന്ന് പറഞ്ഞ ആൾക്കാരെ മുന്നിൽ ഞാൻ ബാംഗ്ലൂരിൽ എയർപോർട്ടിൽ വർക്ക് ചെയ്തു. ആ ഒരു സമയത്ത് തന്നെയാണ്, കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെയാണ് കൊറോണയൊക്കെ വന്നത്. പക്ഷേ കൊറോണ വന്നിട്ടാണേലും നമ്മൾ എന്താ പറയുക, അവിടെ സർവൈവ് ചെയ്തു. ബാംഗ്ലൂർ ലോക്ക്ഡൗൺ ടൈമിലൊക്കെ അവിടെ തന്നെയായിരുന്നു. പിന്നെ അവിടുന്ന് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ്റെ വിളി വന്നത്. അവിടെ ഇരുന്ന് കൊറോണ വന്ന് ചാവാനാണോ, തിരിച്ച് നാട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്നും നോക്കിയില്ല, തിരിച്ച് നാട്ടിലേക്ക് വന്നു. നേരെ നമ്മുടെ ഫാമിലി ബിസിനസ്സിലേക്കാണ് പിന്നെ കാലെടുത്ത് വെച്ചത്. ഇക്കഴിഞ്ഞ് 6 മാസം വരേക്കും അവിടെ തന്നെയായിരുന്നു. നമുക്ക് ബേക്കറിയാണ്. അതുകൊണ്ടാണ് ഇടയ്ക്കൊക്കെ എൻ്റെ സ്റ്റോറിയിൽ കേക്കും പേസ്ട്രീസൊക്കെ കാണാറ്. അപ്പോൾ ചില ആൾക്കാരിങ്ങനെ ചോദിക്കും, എന്തുവാണ് ശരിക്കും എപ്പോഴും ഡ്രസ്സിൻ്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പിന്നെ കേക്കും ഉണ്ടാവും, ശരിക്കും എന്തുമായി ചെയ്യുന്നത് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ എൻ്റെ സ്വന്തം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനെക്കുറിച്ച് ആലോചിക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഞാനൊരു 6 months ആയിട്ട് ഫുൾ സെറ്റിൽഡായി, ഫ്രീ ആയി, ഫാമിലി ആയിട്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ളൊരു തോട്ട് വന്ന്, അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും നമ്മൾ ഡിലേ ആയത്. ഈ ഒരു കാര്യം കേട്ടപ്പോൾ എല്ലാവരും പറഞ്ഞതും അതാണ്, എന്തുകൊണ്ട് ഇത്രയും വൈകി എന്നുള്ളത്. അപ്പോൾ എല്ലാത്തിനും ഓരോ സമയമുണ്ട്, അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.